ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് വെരിക്കോസ് വെയിൻ എന്ന അസുഖത്തെ പറ്റിയാണ്. വെരിക്കോസ് വെയിൻ നമുക്കെല്ലാവർക്കും കാലിലെ ഞരമ്പുകൾക്ക്, അതായത് സിരകളിൽ വരുന്ന അസുഖമാണ് വെരിക്കോസ് വെയിൻ. കാലിലെ ഞരമ്പുകൾ നോക്കുകയാണെങ്കിൽ, വെയിൻസ് നോക്കുകയാണെങ്കിൽ 2 സിസ്റ്റം ഉണ്ട്. ഡീപ്പ് സിസ്റ്റം, സൂപ്പർഷ്യൽ സിസ്റ്റം. അതിൽ ഈ സൂപ്പർഷ്യൽ സിസ്റ്റത്തിൽ ഞരമ്പ് തടിച്ചു വരുന്നതിനെയാണ്, വെയിൻസ് തടിച്ചു വരുന്നതിനാണ് നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ ഞരമ്പ് തടിക്കുന്ന അസുഖമാണെങ്കിലും, വെയിൻ തടിച്ച് വരുന്ന അസുഖമാണെങ്കിലും നമ്മൾ എല്ലായ്പ്പോഴും അത് തന്നെ ആവണമെന്നില്ല. ഉള്ളിലത്തെ വെയിനിലെ തടസ്സം കൊണ്ടും ഡീപ്പ് വെയിനിലെ തടസ്സം കൊണ്ടും പുറമേലത്തെ ഞരമ്പുകൾ തടിക്കുക. അപ്പോൾ അത് തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രീറ്റ്മെൻറ്റ്. വെരിക്കോസ് വെയിനിൽ നമ്മൾ വരികയാണെങ്കിൽ എല്ലാ പേഷ്യൻറ്റും ഗ്ലൂ തെറാപ്പിയോ ലേസർ തെറാപ്പിയോ RFയോ ഇതൊക്കെ ആവശ്യമുണ്ടോ? ഇല്ല. ലക്ഷണങ്ങൾ അനുസരിച്ചാണ്. 4 ഞരമ്പ് തടിച്ച് കണ്ടു എന്ന് പറഞ്ഞാൽ ചാടിക്കയറി നമ്മൾ പറയും എലിയെ കൊല്ലാൻ ഇല്ലം ചൂടണ്ടെന്ന് പറയും. ചെറിയ പ്രോബ്ലംസ് ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് വെരിക്കോസ് വെയിൻ ഒരു കഴപ്പും വേദനയും ഉണ്ടാക്കുന്ന ഒരു മരണകാരണമൊന്നും ആവുന്ന അസുഖമല്ല. അപ്പോൾ ചെറിയ ലക്ഷണങ്ങൾക്ക് ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ലക്ഷണങ്ങളുണ്ട്. അഡ്വാൻസ് സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാലിൽ ഇത് കൂടി വരുന്നു, ഞരമ്പുകൾ തടിച്ചു വരുന്നു, അതിൻ്റെ കൂടെ തന്നെ സ്കിന്നിന് കളർ ചേഞ്ച് വരുന്നു, മുറിവുകൾ വരുന്നു, വീനസ് അൾസർ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും നമ്മൾ ചികിത്സ തേടണം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഡോപ്ലർ സ്കാനാണ്. ഡ്യൂപ്ലെക്സ് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഞരമ്പിനകത്തുള്ള ഡീപ്പ് വെയിൻസ് നോർമൽ ആണെന്നും പുറമേലത്തെ വെയിനിലാണ് റിഫ്ലക്സ്, അതായത് ഇൻകോമ്പിറ്റൻസ് എന്ന് കാണുകയാണെങ്കിൽ അത് ചികിത്സിച്ചാൽ നല്ല വ്യത്യാസം വരും. അങ്ങനെയുള്ള ആ ഒരു സബ്സെറ്റ് പേഷ്യൻസിന് മാത്രമാണ് നമ്മൾ ചികിത്സ ആവശ്യമുള്ളത്. അങ്ങനെ ചികിത്സിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ഞരമ്പിൻ്റെ സൈസും അതുപോലെ തന്നെ അതിൻ്റെ സ്കിന്നിൽ നിന്നുള്ള താഴ്ചയൊക്കെ അനുസരിച്ച് നമ്മൾ അനുയോജ്യമായ ചികിത്സ ചെയ്യണം. അനുയോജ്യമായ ചികിത്സ ഓപ്പറേഷൻ ആവാം, ലേസർ ചികിത്സയാവാം, RFA ചികിത്സയാവാം, ഗ്ലൂ തെറാപ്പി ആവാം. അത് ഓരോരുത്തരും ഞരമ്പുകളുടെ സൈസും സ്കിന്നിൽ നിന്നുള്ള താഴ്ചയും കണ്ടിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. എല്ലാ ചികിത്സയ്ക്കും നല്ല റിസൾട്ട് ഉണ്ട്. ഒരു ചികിത്സ മറ്റൊരു ചികിത്സയേക്കാളും വളരെ സുപ്പീരിയർ ഒന്നല്ല. ആയോടി ചെയ്യുന്നതിലുള്ള ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പോസ്റ്റ് ഓപ്പ് കെയറിലും റെക്കറൻസ് റേറ്റിലും ഏകദേശം എല്ലാ ചികിത്സകളും തമ്മിൽ ഒരേ റിസൾട്ട്സ് ആണ്. നമ്മൾ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഗ്ലൂ തെറാപ്പി വളരെ എക്സ്പെൻസീവ് ആണ്, ലേസർ തെറാപ്പി കുറച്ചൊക്കെയും എക്സ്പെൻസീവ് ആണ്, സർജറി വളരെ ചീപ്പാണ്. അപ്പോൾ ഇതെല്ലാം കൂടാതെ അപ്പോൾ ഗ്ലൂ തെറാപ്പി ചെയ്താൽ ഭയങ്കര സുപ്പീരിയർ ആണെന്ന് വിചാരിക്കുന്നത്. എല്ലാ ചികിത്സയ്ക്കും നല്ല റിസൾട്ട്സ് ഉണ്ട്. നിങ്ങളുടെ ഞരമ്പ് അനുസരിച്ച് ആയിരിക്കണം നമ്മുടെ ചികിത്സ നമ്മൾ നിശ്ചയിക്കേണ്ടതും, അതനുസരിച്ച് മുന്നോട്ട് പോകാം. വൂണ്ടുകളുള്ള, മുറിവുകൾ, വ്രണങ്ങളുള്ള ആൾക്കാർ, വീനസ് അൾസറുള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ അനുയോജ്യമായ ചികിത്സകൾ, അത് കംപ്രഷൻ ബാൻഡേജസും ഓപ്പറേഷനും അല്ലെങ്കിൽ ലേസറോ അല്ലെങ്കിൽ ഇത് ഗ്ലൂ തെറാപ്പിയോ കൂടാതെ തന്നെ കംപ്രഷൻ ചികിത്സയും വളരെ ആവശ്യമാണ്. അപ്പം നമ്മുടെ ഞരമ്പിൻ്റെ സ്ഥിതിവിശേഷം എന്താണ്, നമുക്ക് DVT ഇല്ല എന്ന് ഉറപ്പാക്കി ഞരമ്പുകൾ തടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അനുയോജ്യമായ രീതിയിലുള്ള ചികിത്സ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോയി ചെയ്താൽ ഇന്ന് വെരിക്കോസ് വെയിൻ തീർച്ചയായും നല്ല റിസൾട്ട് തരുന്ന ഒരു അസുഖമാണ്. നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും 95% ആൾക്കാർക്കും നല്ല ക്യൂർ പോലെ തന്നെ അസുഖം മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു അസുഖമാണ് വെരിക്കോസ് വെയിൻ. ഈ ചികിത്സ ഒരുവിധ എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ നഗരങ്ങളിലും ഇന്ന് ലഭ്യമാണ്. നിങ്ങളുടെ അടുത്തുള്ള ആശുപത്രിയിൽ പോയി സ്കാൻ ചെയ്ത് എന്താണ് നിങ്ങളുടെ അസുഖം തിരിച്ചറിഞ്ഞ് അതിന് അനുയോജ്യമായ ചികിത്സ ചെയ്താൽ തീർച്ചയായും ഇത് സുഖപ്പെടും. നന്ദി, നമസ്കാരം.